ഫ്രണ്ട്സ് എല്ലാവർക്കും 8.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് കാസിയോയുടെ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരളവിനെ ഫാരൻഹൈറ്റിലേക്കും അതേപോലെ തന്നെ ഫാരൻഹൈറ്റിലുള്ള ഒരളവിനെ ഡിഗ്രി സെൽഷ്യസിലേക്കും മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഡയഗ്രാംസും കാര്യങ്ങളും വരച്ചിട്ടുണ്ട്. ഒന്ന് ഫാരൻഹീറ്റിൻ്റെയും മറ്റേത് സെൽഷ്യസ് തെർമോമീറ്ററിൻ്റെയും കുറച്ച് ഡിഗ്രി അളവുകളും അതുപോലെ തന്നെ അതിൻ്റെ ഫാരൻഹീറ്റിലുള്ള അളവുകളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ഫാരൻഹീറ്റ് അളവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി അളവും ചില ഡിഗ്രി അളവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റിൻ്റെ അളവും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്കിവിടെ രണ്ട് അക്കങ്ങൾ നമ്മൾ അതിന് മുമ്പായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്ന് 37ഉം മറ്റേത് 38ഉം. അപ്പം അതായത് 37ഉം 38ഉം ഇതിന് രണ്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ രണ്ട് നമ്പേഴ്സിനും. കാരണം നമ്മളിവിടെ ഒരു ഡിഗ്രിയിൽ നിന്ന് വേറൊരു ഡിഗ്രിയിലേക്ക് മാറ്റാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ കൺവേർട്ട് എന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അത് എനബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം കോൺസ്റ്റൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് എന്ന് എഴുതിയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ 37 അമർത്തി കൊടുത്താൽ നമുക്ക് ഫാരൻഹൈറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എനബിൾ ചെയ്തിട്ട് 38 പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹൈറ്റിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ നമുക്ക് എങ്ങനെ ഇവിടെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരളവിനെ വേറൊരളവിലേക്ക് മാറ്റാം എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബോയിലിംഗ് പോയിൻറ്റ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എടുക്കാം. അപ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലിൽ ബോയിലിംഗ് പോയിൻറ്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരുന്നത്. അതിന് നമുക്ക് സംതിങ് ഡിഗ്രിയിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കിവിടെ ഡയഗ്രത്തിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ 212 ഡിഗ്രി ഫാരൻഹീറ്റിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് അത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഈ 212 ഡിഗ്രി ഫാരൻഹീറ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആദ്യം 212 എന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഇവിടെ നമുക്ക് കൺവേർട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലേ, ആ ഒരു ഫംഗ്ഷൻ നമുക്ക് എനബിൾ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം കോൺസ്റ്റൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് എന്ന് കാണിക്കും. നമുക്കിവിടെ ഫാരൻഹീറ്റിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റേണ്ടത്. അതുകൊണ്ട് നമ്മൾ 37 എന്നുള്ള ആ ഒരു അക്കാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 37 പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 212 ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാമെന്ന് എഴുതിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ഈക്വൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കതിന് ആൻസർ 100 എന്ന് കാണിച്ചു തരും. അപ്പം നമ്മളിവിടെ ഈ ഒരു ഫാരൻഹീറ്റിലുള്ള അളവിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി കഴിഞ്ഞു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഉത്തരമായിട്ട് നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. ഈ രീതിയിൽ നമുക്ക് 37 എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കൺവേർട്ടിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് ഏത് രീതിയിൽ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ആബ്സല്യൂട്ട് 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഡിഗ്രി സെൽഷ്യസിലെ -273 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫാരൻഹീറ്റിൽ കിട്ടുന്ന ആ ഒരു ഫാരൻഹീറ്റിലെ ആ ഒരു ഡിഗ്രിയിലെ അളവ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളെ നമ്പർ അതായത് -273 പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മൈനസ് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് ഇടേണ്ടതാണ്. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രസ് ചെയ്താൽ കൺവേർട്ട് നമുക്ക് എനബിൾ ചെയ്യാം. ശേഷം ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. 38 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരും. ഇനി ഒരു തവണ നമ്മൾ ഈക്വൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡിഗ്രി മെഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു ഫാരൻഹീറ്റ് സ്കെയിലിലെ മെഷർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ -459.4 വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സ്കെയിലിൽ എഴുതിയിരിക്കുന്നത് ഡയഗ്രത്തിൽ എഴുതിയിരിക്കുന്നത് -459 എന്ന് മാത്രമേ ഉള്ളൂ. കാരണം റൗണ്ട് ചെയ്തിട്ട് എഴുതിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്കും അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻഹീറ്റിലേക്കും നമുക്ക് ഈ ഒരു കാസിയോടെ കാൽക്കുലേറ്റർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റ് ഇത് മാത്രമല്ല ഈ ഒരു കൺവേർട്ട് ഓപ്ഷനിൽ നമുക്ക് ഏകദേശം 40 ചില്ലറോളം ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള കൺവേർട്ട് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. അടുത്തൊരു വീഡിയോയിൽ ഇതിൽ നല്ല കണ്ടന്റുകളും അതേപോലെ തന്നെ ഇതിൽ നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര സൈനിങ് ഓഫ്.